ഒരു കാര്യമില്ല. വേങ്ങരയില് പാട്ട് കച്ചേരി നടത്തിയതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാകാൻ പോകില്ല. വേങ്ങരയിൽ KM ഷാജിയുടെ ഭൂരിപക്ഷങ്ങൾ കാത്തിരുന്നാൽ മതി. കാരണം അവിടെ പാട്ട് കച്ചേരി നടത്തിയോണ്ട് കൊണ്ടിടാൻ പോകില്ല. ലീഗ് കോൺഗ്രസും ഒരു മുന്നണിയിലായിട്ട് പോലും ലീഗ് കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നതല്ലെങ്കിൽ ലീഗ് അധികം മന്ത്രിസ്ഥാനം ആവശ്യപ്പെടും. അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഡീലാരോപണം വലിയ തോതിൽ ഇടതുപക്ഷമാണെങ്കിൽ അതാ ഞാൻ പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അവരുടെ ഈ എന്താണ് അങ്ങനെ അത്ര ആരോപണങ്ങൾ പേടിച്ചിട്ട് എല്ലാവരും എന്താ പേടിച്ചിട്ട് ഉമ്മൻചാണ്ടി, മാണി സാറും ഞാനും അതുപോലെ തന്നെ പിന്നെ രമേശ് ചെന്നിത്തലയും ശ്രീ കെ കരുണാകരൻ ഞങ്ങളൊക്കെ കൂടെ കേരളത്തിൽ ഒരുമിച്ച് പിന്നെ വലിയ അന്തസ്സായിട്ട് യാതൊരു ഇതും ഇല്ലാതെ പോയതല്ലേ. അത് ഇവർക്കറിയില്ല. പേടിച്ചു പോയതാണ്. വരണ്ടപ്പോ ഓരോന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരേ പ്രസ്താവന ഇലക്ഷന്റെ തലേന്ന് രാജീവ് ചന്ദ്രശേഖറും ചെയ്യുന്നു, പിന്നെ BJPയും ചെയ്യുന്നു. അതെ അതെന്നെ പറഞ്ഞത്. അത് പോസിറ്റീവായിട്ടാണ് കേരളം കണ്ടിട്ടുള്ളത്. ആ റിലേഷൻ കേരളത്തിന്റെ കമ്മ്യൂണൽ ഹാർമണി ഉയർത്തിപ്പിടിച്ചു ശാബ്ദങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബാബർ റിയാസിന്റെ ഘട്ടത്തിൽ പോലും അന്ന് ഇവര് മൈനോറിറ്റി പാർട്ടിയിൽ പുതുതായി വന്ന പിന്നെ കമ്മ്യൂണൽ പാർട്ടി ഘടകങ്ങളെ, കമ്മ്യൂണൽ ഫോഴ്സസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒറ്റപ്പാലത്തൊക്കെ ചുമലിലേറ്റി കൊണ്ടിറക്കുകയായിരുന്നു. മുസ്ലിം തീവ്രവാദ സംഘടനകളെ ചുമലിലേറ്റി ഇവർ നടന്നപ്പോ അതിനെ എതിർത്ത് തോൽപ്പിച്ചത് ശിഹാബ്ദങ്ങളാണ്. അത് ആളുകളെ അവർ വീണ്ടും റിമൈൻഡ് ചെയ്ത് നന്നായി. കേരളം മതേതരമായി നിൽക്കുന്നതിന് കാരണം അന്നത്തെ ആ ബന്ധാണ്. അതിനെ അന്ന് ഇവരെ പണി എന്തായിരുന്നു? മൈനോറിറ്റി കമ്മ്യൂണലിസം പറഞ്ഞ ടൈനി ഗ്രൂപ്പുകൾ, ലീഗിന് പകരം എന്ന് പറഞ്ഞുണ്ടായ പുതിയ വർഗീയ പാർട്ടികളെ സ്റ്റേജ് കെട്ടിക്കൊടുത്ത് ചുമലിലേറ്റി നടക്കുകയായിരുന്നു അവര്. കണ്ടതല്ലേ? പൊന്നാനിയിലൊക്കെ വന്ന് സ്റ്റേജ് കെട്ടി ഒരേ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന് നമ്മൾ കണ്ടതല്ലേ. എന്നിട്ട് അത് മൈൻഡ് ചെയ്യാത്ത കേരളമാണ്. അതുകൊണ്ട് ഒരു കമ്മ്യൂണലിസം ഇവിടെ പിന്നെ നടക്കാൻ പോണില്ല. ഇപ്പൊ ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോ വയനാട്ടിൽ നിന്ന് ആണ് ജയിച്ചു പോകുന്നത്, നമുക്കറിയാലോ. അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോകുന്നു. ജാതിയും മതം നോക്കി ലക്ഷക്കണക്കിനല്ലേ അവർക്ക് വോട്ടിട്ടുണ്ട്. ഇത് കേരളമാണ്, അത് മറക്കണ്ട. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതി പരിഗണിക്കുകയാണ്, വിചാരണയിലേക്ക് കടക്കാം. അപ്പൊ ഈ 9 അംഗ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. അപ്പം CPM ആദ്യ നിലപാടിൽ നിന്ന് നേരെ പിന്നോട്ട് പോയിരിക്കുന്നു, മലക്കം വന്നിരിക്കുന്നു. എന്തിനാണ് അവർ ഈ പിന്നെ ഈ ശബരിമലയിൽ ഈ തരം കളികളൊക്കെ കളിച്ചത്? ശബരിമല എത്ര പവിത്രമായിട്ടാണ് UDF ഭരണകാലം കൊണ്ടുപോയിട്ടുള്ളത്. വല്ല കോൺട്രവേഴ്സി നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ? അവർ കയറി അന്ന് മുതൽ കോൺട്രവേഴ്സിയാണ്. ആദ്യം സ്ത്രീ പ്രവേശനം, പിന്നെ സ്വർണം കട്ടുകൊണ്ടുപോയത്, ഇതെല്ലാം കൂടി ആയിട്ട് ശബരിമലയെ കോൺട്രവേഴ്സിയിലേക്ക് കൊടുന്ന് ചർച്ച ആക്കിയതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ അവരുടെ ദുഷ്കാലം. അതിനുള്ള തിരിച്ചടി ഈ തവണ കേരളത്തിലെ അയ്യപ്പ ഭക്തർ അവർക്ക് കൊടുക്കും, ഒരു സംശയം വേണ്ട. മാത്തിക്കുഴനാടൻ ഒരു ഓഡിയോ പുറത്തുവിട്ടുണ്ട് നമ്മുടെ KK കൃഷ്ണൻകുട്ടി മന്ത്രിയുടെ. അതിൽ പറയുന്നത് ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നുവിടാത്ത ഒരു കരാർ കമ്പനിക്ക് വേണ്ടിയാണ് എന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. ഞാനും കേട്ടു. അവിശ്വസനീയമാണത്. അത് പിന്നെ വളരെ ഞെട്ടിക്കുന്നതാണ്. എന്താണെന്നറിയില്ല. ശ്രീ കൃഷ്ണൻകുട്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ എന്നേ പറയാനുള്ളൂ. പിന്നെ വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കൂട്ടിയിട്ട മണല് ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടി സ്പിൽവേ തുറന്നില്ല എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ പ്രളയം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ് കേൾക്കാൻ പാടില്ലാത്തല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളെ വയനാട്ടില് നമ്മുടെ വീടുണ്ടാക്കി കൊടുക്കുന്ന കാര്യം. എവിടെ ഗവൺമെന്റ് വീടുണ്ടാക്കി? ഇത്രയധികം പണം ഗവൺമെന്റിന്റെ കയ്യിൽ കിട്ടിയിട്ട് അവരുണ്ടാക്കിയ വീട്ടിൽ ഒരു വീട്ടിലെങ്കിലും ഒരാൾ താമസിച്ചോ? ഞങ്ങളുണ്ടാക്കിയത് പോയി നോക്ക്, അവിടെ ആള് താമസിക്കുന്നു. അവരുണ്ടാക്കിയ ഒരു വീട്ടിലെങ്കിലും ഒരാൾ താമസിക്കുന്നുണ്ടോ? താമസിക്കാൻ കൊള്ളാവുന്ന ഒരു വീട് എടുത്ത ഒരൊറ്റ വീട്. ഈ പരസ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയ ഉദ്ഘാടനം ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം, അതെല്ലാം അങ്ങനെയല്ലേ നടക്കുന്നത്. ഈ ആയിരക്കണക്കിന് കോടി ഉറുപ്പ്യ കയ്യിലുണ്ടായിട്ട് ഒരു വീട് താമസിക്കാൻ കൊള്ളാവുന്നവരുണ്ടാക്കി കൊടുത്തു. നിങ്ങളാരെയും പോയിട്ട് കാണിച്ചുകൊണ്ട ആള് താമസിക്കുന്ന ഒരു വീട്. എന്നാൽ ഞങ്ങളുണ്ടാക്കി കൊടുത്ത വീട് പോയി നോക്ക്. അപ്പൊ ഗവൺമെന്റാണ്, എന്നിട്ട് കോൺഗ്രസ് കുറ്റം പറഞ്ഞു കിടക്കാൻ അവരുണ്ടാക്കിയില്ല. അത് പിന്നല്ലേ സർക്കാരിന് കോൺഗ്രസ് ഏൽപ്പിക്കുന്നുണ്ടല്ലോ കോടിക്കണക്കിന് ഉറുപ്പ്യ. എന്നിട്ടെന്തേ അവരുണ്ടാക്കാഞ്ഞത്? ഒരു വീടെങ്കിലും ഉണ്ടാക്കാഞ്ഞ എന്തേ? അപ്പൊ അതാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് എന്ന് പറഞ്ഞ കാലെത്ര കഴിഞ്ഞു പോയി. എന്നിട്ട് അവർ ഉറപ്പ് എന്ന് പറയാണ്. എന്തുറപ്പാണത്? പരസ്യം നന്നായി ചെയ്തുകൊണ്ടൊന്നും ഇവിടെ ജനങ്ങളുടെ ഇടയിൽ ഏശാൻ പോകുന്നില്ല. അതാണ് ഈ കാറ്റ് എതിരായി വീശുന്നത്. അതുകൊണ്ട് ലീഗ് ഡീലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ എടുക്കാത്ത
പഴയ നാണയങ്ങളാണ്, അതൊന്നും ചെലവാകാൻ പോകില്ല. കോൺഗ്രസിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട വയനാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അത് UDF ശരിക്കും പ്രതിരോധത്തിലാക്കി തെരഞ്ഞെടുപ്പ് നടത്തി കൃത്യമായൊരു മറുപടി കോൺഗ്രസ് നേതൃത്വത്തിന് കൊടുക്കാൻ എത്ര ഫണ്ട് അതുകൊണ്ട് ഫണ്ടുകൊണ്ട് പ്രതിരോധത്തിലാകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പയ്യന്നൂർ അവിടെയും കൂടി എല്ലാം കൂടി ആയിട്ട് എന്തൊരു ഫണ്ട് അത് എത്ര കിടക്കുന്നു? അതൊന്നുമല്ലല്ലോ വിഷയം. ഭരണപരാജയം മറക്കാൻ ഇനി കഴിയില്ല. UDF അനുകൂല തരംഗാണ്. റിസൾട്ട് നോക്കിയിരുന്നോളി, നമുക്ക് കാണാം. കെ. സുധാകരൻ ബന്ധപ്പെട്ട് PCC പ്രസിഡന്റ് ഒരു കത്തയച്ച ഒരു കത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. കെ. സുധാകരൻ അത് ശരിയാണെന്ന രീതിയിൽ പ്രതികരണം നടത്തി. അല്ല, അതെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലാത്തൊക്കെ ചോദിച്ചിട്ട് എന്റെ സമയം കളയണ്ട. ഒരു കാര്യമില്ല. വേങ്ങരയില് പാട്ടുകച്ചേരി നടത്തിയതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാകാൻ പോകില്ല. വേങ്ങരയിൽ KM ഷാജിയുടെ ഭൂരിപക്ഷം നിങ്ങൾ കാത്തിരുന്നാൽ മതി. കാരണം അവിടെ പാട്ടുകച്ചേരി നടത്തിയോണ്ട് കൊണ്ടിടാൻ പോകില്ല.